ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമുക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. മുട്ടക്കറി ഓരോ ദിവസം ഓരോരോ പരീക്ഷണം നടത്തുമ്പോൾ ആ പരീക്ഷണത്തിൽ അത് സക്സസ് ആകുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ചെറിയ സവാള, ഒരു 10 കാഷ്നട്ട്, പിന്നെ 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കാഷ്യൂ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ വറക്കാതെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടും ഇത് നിങ്ങൾക്ക് അരച്ചെടുക്കാം. പിന്നെ അത് ഇങ്ങോട്ട് വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്കൊരു ഇഞ്ചി കഷ്ണം, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ടെടുത്ത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 സവാള ഇട്ടതും 3-4 പച്ചമുളകും തക്കാളി എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ടെടുത്ത് ഒന്ന് കൂടുതൽ വഴണ്ടൊന്നും വരേണ്ടത് വേണ്ട, ചെറുതായിട്ട് കട്ട് ചെയ്യണമൊന്നുമില്ല. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകം ഇട്ടെടുത്ത് അതും കൂടി എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കളറ് ശരിയായി വരുന്നത് വരെ, ഒന്ന് വാടി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട്, ഉപ്പ് ഇനി ഇടണം എന്നില്ല, ഇത് ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതാണ്. ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് ലാസ്റ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. അപ്പം ഞാൻ ഓരോന്നിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഓരോന്ന് റെഡിയാക്കുമ്പോൾ അന്നേരം ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ശേഷം ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് അതേ പാനിൽ തന്നെ ഞാൻ ഒരു സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഈ മസാലയ്ക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ആ എണ്ണയിലൊന്ന് നേരെ തീയിൽ വെച്ചെടുക്കണേ. കൂടുതൽ തീയിൽ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ മസാലകളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ അതിലേക്ക് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ള 3 മുട്ടയാണ് ഇതിൽ ഇട്ട് ഇളക്കിയെടുക്കുന്നത്. ഇത് നല്ലതുപോലെ ആ മുളകും ഇതൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഇട്ട് ഇതാക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ എല്ലാം അതിൽ ശരിക്കും പിടിച്ച് കിട്ടും. പിന്നെ അതാണ് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ മിക്സീൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് ആദ്യം വഴറ്റി വെച്ച തക്കാളി, ഉള്ളി, കാഷ്യൂ, പച്ചമുളക് അതെല്ലാം കൂടി അതിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ്. പിന്നെ അതേ ഫ്രൈ പാൻ തന്നെ അടുപ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വീണ്ടും അതേപോലെ തന്നെ ഒരു മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഗരം മസാലയുടെ പൊടി, മഞ്ഞൾപ്പൊടി, ഒരിത്തിരി കുരുമുളകിൻ്റെ പൊടി കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിൽ മല്ലിപ്പൊടി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി ചേർക്കേണ്ടവർക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇങ്ങോട്ട് അതിലേക്ക് അരച്ച് വെച്ച മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവന്ന് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബാണ്. ഒന്ന് ഫുള്ളായിട്ടില്ല, ഞാൻ ഒരു കട്ടെടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ പകുതി ചേർത്ത് പിന്നെ ഞാൻ തോന്നി ലേശം കൂടി കുറവുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞാനൊരു കഷ്ണം കൂടി, ഒരു ചെറിയൊരു പിഞ്ച് കൂടി അതിലേക്ക് ഇട്ട് ചേർത്തത്, പിന്നെ കുറച്ചും കൂടി വെള്ളം ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് വെക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് മസാല ആക്കി വെച്ച് മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിൻ്റെ കൂടെ പത്തിരിക്കാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കി പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഇങ്ങോട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ
വല്ലിച്ചപ്പം വേപ്പിലൊന്നും എടുത്തു വന്നിട്ടില്ല. വേപ്പില എടുത്ത് വെച്ചത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് മരത്തുമ്പോൾ പോയിട്ട് എടുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കാലും കഴിച്ചിട്ട് അങ്ങോട്ട് നടക്കാൻ വയ്യ. കാലിന് നല്ലൊരു സെറാമിക്കിൻ്റെ പ്ലേറ്റ് പൊട്ടിയതിൻ്റെ ഒരു